ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൊറിഞ്ഞ മാലിദ്വീപിന് പണികളുടെ ഘോഷയാത്രയാണ്. ചൈനയുടെയും ഷിയുടെയും കാല് നക്കുന്ന മൊയ്സു ബോധപൂർവമാണ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് പോലും വ്യക്തമായിരിക്കുകയാണ്. ചൈനയുടെ കുത്തിത്തിരിപ്പിന്റെ പേരിൽ മാത്രം സഹോദര രാജ്യമായി കരുതുന്ന ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ നീക്കങ്ങൾക്കെതിരെ അമേരിക്കയും ഇസ്രായേലും ഫ്രാൻസും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് മാത്രം ചൈനയിൽ നിക്ഷേപിക്കാനിരുന്ന 44,000 കോടിയുടെ ബിസിനസ് പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു. പ്രഖ്യാപനം മാത്രമല്ല, ചിപ്പ് നിർമ്മാണ രംഗത്തെ ഭീമനായ ഇസ്രായേൽ കമ്പനി ടവർ $8 ബില്യൺ നിർമ്മാണ പദ്ധതിക്കായി ഇന്ത്യയെ സമീപിച്ചും കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച ഉടൻ തന്നെ പ്രോജക്ട് നിർമ്മാണം ആരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചു കഴിഞ്ഞു. രാജ്യരൂപീകരണം മുതൽ ഇന്നുവരെ ആട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുമ്പോൾ സ്വന്തം സഹോദര രാജ്യമായി കരുതുന്ന മാലിദ്വീപിനെ സംരക്ഷിക്കാൻ മാത്രമാണ് ഇന്ത്യ ശ്രമിച്ചിരുന്നത്. എന്നാൽ ചൈനയുടെ വാരിക്കുഴിയിൽ വീണ് സ്വന്തം സഹോദര രാജ്യത്തിനെതിരെ തിരിഞ്ഞ മുഹമ്മദ് മൊയ്സുവിനെ ഇനിയും വച്ചുവാഴിക്കേണ്ടതില്ലെന്ന നിലപാടിലെത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചവർക്കെതിരെ രാജ്യത്തിനകത്തു നിന്നും വൻ പ്രതിഷേധമാണ് ഉയർന്നത്. എന്നിട്ടും ക്ഷമിക്കാൻ തയ്യാറായ ഇന്ത്യയെ എതിർക്കുന്ന സമീപനമാണ് മുഹമ്മദ് മൊയ്സു സ്വീകരിച്ചത്. അതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസം മാലി തുറമുഖത്ത് നങ്കൂരമിട്ട ചൈനീസ് കപ്പൽ. എന്നാൽ ഇനിയും വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മൊയ്സുവിനെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ പടയൊരുക്കം നടത്തുന്ന ചൈനയ്ക്ക് കൊട്ടുകൊടുക്കുകയും മൊയ്സുവിന്റെ പെട്ടിയിലെ അവസാന താണിയും അടിച്ചിരിക്കുകയുമാണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിൽ നിന്ന് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മാലിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ലക്ഷദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വെറും വിമാനത്താവളമല്ല, സൈനിക വിമാനത്താവളമായിരിക്കും ഇത്. എത്രയും വേഗം പണി പൂർത്തീകരിക്കുന്ന വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ മാലിദ്വീപിന് മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് കൊടുക്കുന്ന 8ന്റെ പണി കൂടിയാകും ഇത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 360 ഡിഗ്രിയിൽ നോട്ടം കിട്ടുന്ന മിനിക്കോയ് ദ്വീപാണ് ഇതിനായി ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുകയാണ് പ്രധാനമായി സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിലും യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക വിമാനങ്ങൾക്കും യാത്രാ വിമാനങ്ങൾക്കും പറന്നിറങ്ങാനും പറന്നുയരാനുമുള്ള സൗകര്യം വിമാനത്താവളത്തിൽ ഉണ്ടാകും. സൈനിക, വാണിജ്യ, വ്യോമ ഗതാഗതം സാധ്യമാകുന്ന വിമാനത്താവളമായിരിക്കും മിനിക്കോയിൽ നിർമ്മിക്കുക. മിനിക്കോയ് ദ്വീപിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിലും സൈനിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ വ്യോമത്താവളം നിർമ്മിക്കാനുള്ള തീരുമാനം അടിയന്തരമായി തീരുമാനിച്ചത് പുതിയ പ്രശ്നത്തോടെയാണ്. ലക്ഷദ്വീപിൽ വ്യോമത്താവളം വരുന്നതിലൂടെ അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം തുടങ്ങിയ സമുദ്ര മേഖലകളിലെ സൈനിക നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നാണ് മിനിക്കോയിൽ വ്യോമത്താവളം നിർമ്മിക്കാനുള്ള നിർദ്ദേശം ആദ്യം ഉയർന്നത്. മിനിക്കോയിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ അഗത്തിയിലാണ് ദ്വീപിൽ വിമാനത്താവളമുള്ളത്. എന്നാൽ സൗകര്യങ്ങൾ പരിമിതമായതിനാൽ എല്ലാ തരത്തിലുള്ള വിമാനങ്ങൾക്കും അഗത്തിയിൽ ഇറങ്ങാനാകില്ല. പുതിയ വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിനൊപ്പം നിലവിലുള്ള വിമാനത്താവളത്തിന്റെ വികസന പ്രവർത്തനങ്ങളും നടത്തും. ഇതിലൂടെ ദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയുടെ വികസനവും സാധ്യമാക്കാമെന്ന പ്രതീക്ഷയും രാജ്യത്തിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി മാലിദ്വീപിലെ പുതിയ മന്ത്രിമാർ നടത്തിയ പരാമർശത്തോടെ തുടങ്ങിയ പ്രശ്നത്തിനും ഇന്നും അറുതി വന്നിട്ടില്ല. മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോഴും നിറയുകയാണ്. മാലിദ്വീപിന് പകരം ഇന്ത്യക്കാർ ലക്ഷദ്വീപിനെ ഉയർത്തിപ്പിടിക്കുകയും അവിടേക്ക് യാത്രകൾ നടത്തണമെന്നാവശ്യപ്പെട്ട ക്യാമ്പയിൻ സിനിമ, കായിക, സെലിബ്രിറ്റികളുടെ ഭാഗത്തു നിന്നുണ്ടായതോടെ വലിയ ക്ഷീണമാണ് മാലിദ്വീപിന് സംഭവിച്ചത്. 1200ഓളം ചെറുദ്വീപുകൾ ചേർന്ന രാജ്യത്തെ നിലനിർത്തുന്നത് തന്നെ ഇന്ത്യയാണ്. ആകെ ജനസംഖ്യ 5.21 ലക്ഷം. അടുത്തു കിടക്കുന്നു എന്നതും സാംസ്കാരികമായ ബന്ധവും കാരണം ഇന്ത്യയുമായി ആഴമേറിയ അടുപ്പം മാലിദ്വീപിനുണ്ട്. സമുദ്രോൽപ്പന്ന കയറ്റുമതിയും വിനോദസഞ്ചാരവുമാണ് മാലിദ്വീപ് സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലുകൾ. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 40% നൽകുന്നത് ഈ മേഖലകളാണ്. ഇന്ത്യയുമായി ദീർഘകാലത്തെ മികച്ച ബന്ധമായിരുന്നു മാലിദ്വീപിന് ഉണ്ടായിരുന്നത്. 1988 മാലിദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടന്നപ്പോൾ ഓപ്പറേഷൻ കാക്ടസിലൂടെ ഇന്ത്യ അത് അടിച്ചമർത്തി. 2004 സുനാമി, 2014 ശുദ്ധജല വിതരണ പ്രതിസന്ധി, 2020 കോവിഡ്, ഈ സമയത്തെല്ലാം ഇന്ത്യയുടെ ആശ്വാസകരങ്ങൾ മാലിദ്വീപിനെ തേടിച്ചെന്നു. സൈനിക മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഇന്ത്യ നിക്ഷേപമിറക്കി. എന്നിട്ടും ഇതൊന്നും മനസ്സിലാകാത്ത വിധത്തിലാണ് മുഹമ്മദ് മൊയ്സു കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചത്. ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിലൂടെയാണ് മൊയ്സു മാലിദ്വീപിന്റെ അധികാരത്തിലേക്ക് നടന്നെടുത്തത്. പ്രസിഡന്റ് ആയ ശേഷവും മൊയ്സു ഇന്ത്യ വിരുദ്ധത തുടരുകയും ചൈനയുമായി അടുക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് മാലിദ്വീപ് മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ നടത്തിയ പരസ്യമായ അധിക്ഷേപം പുറത്തു വന്നത്. മാലിദ്വീപ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് വിനോദസഞ്ചാരം. വിനോദസഞ്ചാരത്തിൽ തിരിച്ചടി ഉണ്ടായ കോവിഡ് കാലത്തുൾപ്പെടെ മാലിദ്വീപ്
കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ഇന്ത്യൻ സഞ്ചാരികളാണ് മാലിദ്വീപ് വിനോദസഞ്ചാരത്തിന്റെ നട്ടെല്ല്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ ഇന്ത്യയിൽ നിന്നാണ് മാലിദ്വീപിലേക്ക് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ ചെന്നത്. 2,09,198 പേർ. 2022 അത് 2.4 ലക്ഷവും 2021 അത് 2.11 ലക്ഷവുമാണ്. കോവിഡാനന്തരം ആദ്യം സഞ്ചാരികളെ സ്വാഗതം ചെയ്ത അന്താരാഷ്ട്ര ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായിരുന്നു മാലിദ്വീപ്. ആ വർഷം എല്ലാ പ്രതിസന്ധികൾക്കിടയിലും 63,000 ഇന്ത്യൻ സഞ്ചാരികൾ ദ്വീപിലെത്തി. ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്ന് സെലിബ്രിറ്റികളും പണക്കാരും മാത്രമാണ് മാലിദ്വീപിൽ എത്തിയതെങ്കിൽ പിന്നീട് സാധാരണക്കാരും ബഡ്ജറ്റ് യാത്രികരും മാലിദ്വീപിലെ സഞ്ചാരികളായെത്തി. 2018 മാലിദ്വീപിലെത്തിയ ആകെ സഞ്ചാരികൾ ഇന്ത്യക്കാർ 5ാം സ്ഥാനത്തായിരുന്നു. തൊട്ടടുത്ത വർഷം ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണം ഇരട്ടിയോളം ആവുകയും ആകെ സഞ്ചാരികൾ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ഇന്ത്യയെ അവഗണിച്ചുള്ള വിനോദസഞ്ചാര സാധ്യതകളെ കുറിച്ച് മാലിദ്വീപിന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഈ സാഹചര്യത്തിലാണ് മന്ത്രിമാരുടെ പ്രസ്താവനയെ തുടർന്ന് മാലിദ്വീപ് പുലിവാല് പിടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മൊയ്സുവിന്റെ രാജിയല്ലാതെ പരിഹാരമില്ലെന്നാണ് മാലിദ്വീപ് പ്രതിപക്ഷവും ആരോപിക്കുന്നത്. ഇതേ ചൊല്ലി പാർലമെന്റിൽ കയ്യാങ്കളി വരെ നടത്തി മാലിദ്വീപ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടിരുന്നു.